9 പേരവർ കൽപ്പണിക്കാർ പോരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകൂതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിർപ്പും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. ഒരു കിണർക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. 9 വെവ്വേറെയവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. ാവോ ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. മണ്ണിൽ ഉറച്ചു നിൽ
കണ്ടത്രേ പ്രിയവധുക്കൾ അൻപിയെന്നോരവരൊന്നുപോലെ. ക്രൂരമാമീ ബലിക്കായതിൽ നിന്ന് ആരെയൊരുവളെ മാറ്റി നിർത്തും, ആരെയൊരുവളെ മാറ്റി നിർത്തും. അവളി പണിക്കാർത്തൻ മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരുമപ്പോൾ സ്വന്തം വധൂമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പുതിർന്നുപോയി. മുണ്ടക പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ, മണ്ടിക്കിതച്ചു വരുന്നതാരോ. മൂക്കിന്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞതുപോൽ വേപ്പു തുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നുവെച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്നെ കുഞ്ഞിന്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയോട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാനാസദിക്കായതില്ല. ഓർക്കാപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാമിന്നിതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനാം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കൈപ്പും മധുരമാക്കി. കൂടെ പുറത്ത് പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗദത്തോടു പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നു മുന്നിയോ
വിഷമപ്പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു, ഭിത്തിയുറയ്ക്കാനീ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കും മുമ്പൊന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറക്കല്ലേ പാതി നെഞ്ചം, കെട്ടിമറക്കല്ലേ എന്റെ കൈയും. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചുകോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്തവൻപി എന്നൊരാ കോട്ട തൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കൈയും ഞെട്ടിൽ നിന്ന് പാൽ തുള്ളികൾ ൂറും മട്ടിലുള്ളൊരാ നഗ്നമാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു. കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മയെന്നാർത്തു നിൽക്കുന്നു.